ശ്രീമതി മേനക ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി മേനക, എങ്ങനെ അനുസ്മരിക്കുന്നു എന്ന് ചോദിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കൂടുതൽ പറയാനൊരു പക്ഷേ താങ്കൾക്കും എങ്ങനെ കഴിയുമെന്ന് എനിക്കും ആശങ്കയുണ്ട്. എങ്കിലും നമുക്ക് അനുസ്മരിക്കാം വാക്കുകളിലൂടെ. നമസ്കാരം. എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്റെ ആദ്യത്തെ സിനിമ, അതായത് ഓപ്പോളിലെ അമ്മയായിരുന്നു അവര്. മിക്കവാറും അവരുടെ കൂടെ മോളായിട്ട് അഭിനയിച്ചവർ എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുള്ളതാണ്. അത്രയ്ക്കും നല്ലൊരു കൈപ്പുണ്യമുള്ള ഒരു അമ്മയാണ് അവര്. മാത്രല്ല, ഒരു ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുമ്പം ഇത്രയും വലിയൊരു നടിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഈ പേടിയൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഞാനൊക്കെ വളരെ പുതുമുഖമാണ്, 16 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവര് അത്രയും മനോഹരമായിട്ടാണ് അവർ നമ്മുടെ കൂടെ മലയാളം അറിയാത്ത ഒരു ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവർ പെരുമാറിയത്. എപ്പോ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും എല്ലാരെയും കുറിച്ച് അന്വേഷിക്കും, കുടുംബാംഗങ്ങളെ കുറിച്ച് ചോദിക്കും, എല്ലാ കാര്യങ്ങളും ചോദിക്കും. അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ വരുമ്പോഴാണ് അമ്മയെ കാണാറുള്ളത് സാധാരണ. ഇപ്പൊ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അമ്മയുടെ മീറ്റിങ്ങിൽ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോഴും ചോദിക്കും, ഇപ്പൊ കുറേ പിള്ളേർ വന്നിട്ടുണ്ടല്ലേ മേനക, എത്ര നല്ല നല്ല ഇതാണ് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. ഇപ്പം നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോയി നിന്ന് സംസാരിക്കാനും പറ്റുന്നില്ല, നമുക്കാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇവരൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് പറയും. അതായത് അവര് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ള ആളുകളുടെ കൂടെയും അഭിനയിച്ച ഒരു വ്യക്തിയാണ് അവര്. ഇത്രയും സ്നേഹം നിറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ അമ്മ തന്നെയാണ് അവർ. ശരിക്കും പറഞ്ഞ സിനിമയിലുള്ള എല്ലാവരുടെയും, ആക്ട്രസിന്റെയും നടിമാരുടെയും എല്ലാവരുടെയും കൂടെ അമ്മ തന്നെയാണ് അവർ. അത്രയും ഒരു മനോഹരമായ ഒരു ക്യാരക്ടറാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് സുഖമില്ല എന്നൊക്കെ അറിയുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ എപ്പോഴോ പോയിട്ട് വന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് പോയില്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷെ ആശുപത്രിയിലായിരുന്നു, സുഖമില്ല എന്നൊക്കെ കേട്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് പോകുന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇപ്പോഴും വിചാരിച്ചു എങ്ങനെങ്കിലും അവര് ശരിയായി വരും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ ഇതൊരു വലിയൊരു നഷ്ടം തന്നെയാണ്. അവരിപ്പോ അഭിനയിക്കാതിരിക്കുമ്പോഴേ നമുക്ക് നഷ്ടം തന്നെയാണ്. ഇതിൽ അവരെ ഇല്ലാന്ന് അറിയുമ്പം അതിലേറെ ഏറ്റവും വലിയ നഷ്ടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ഒരു എന്താ പറയാനാണ്, ഇത് പറയുകയാണ്, കണ്ടലൻസ് പറഞ്ഞുകൊള്ളുകയാണ് ഞാൻ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് വയ്യാതെയായി ആശുപത്രിയിലായി ആകുന്നു എന്ന് അറിയുമ്പോഴും അവർ അസുഖം മാറി തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ അത് അപ്രതീക്ഷിതമായി. അതെ, ഫ്ലഡ് വന്നപ്പോ പോലും അവരിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വീടിന്റെ കാര്യങ്ങളും എല്ലാം, വെള്ളം കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അതെല്ലാം പറയുമായിരുന്നു, എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. പക്ഷെ എപ്പോ പോയാലും തിരിച്ചു വരുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഐ എക്സ്പെക്ട് ഇതും ഇതുപോലെ വന്നിട്ട് ചേച്ചി അങ്ങ് തിരിച്ച് അങ്ങോട്ടേക്ക് മാറും എന്നുള്ള ഇതായിരുന്നു. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതൊരു ന്യൂസ് കേൾക്കുന്നത്. ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്.